നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങളെ ആരെങ്കിലും രഹസ്യമായി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? എങ്കിൽ ആ സംശയം നിങ്ങൾക്ക് മാറാൻ സഹായിക്കുന്ന വീഡിയോ ആണിത്. അത് നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവർ ആകാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയാകാം, നിങ്ങളെന്നും കാണുന്ന ഒരാളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാകാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം. നിങ്ങൾക്ക് അവരോട് ചെറിയൊരിഷ്ടം മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേ അത് അവരോട് പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും. ഇതിൽ പറയുന്ന സയൻസ് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാത്തത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് കരുതിയായിരിക്കും അവർ നിങ്ങളോട് ഇഷ്ടം തുറന്ന് പറയാതിരിക്കുന്നത്. ഇതിൽ പറയുന്ന സയൻസ് അവരിൽ കാണുകയാണെങ്കിൽ അവർ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ സയൻസ് നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരോടും പറയാം, ഇൻട്രസ്റ്റഡ് ആണ് എന്ന് ഓപ്പണായി നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഒന്നാമത്തെ സൈൻ, നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് നിങ്ങളോട് പറയാത്തതാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങളോട് ആത്മാർത്ഥമായി വളരെ കോൺഫിഡൻ്റായി നിങ്ങളോട് സംസാരിച്ചിരുന്ന ആൾ പെട്ടെന്ന് വളരെ വിചിത്രമായി അല്ലെങ്കിൽ ഒരു അസാധാരണമായി പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് പോലെ, അവർ അകലം പാലിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അങ്ങനെയുള്ള പെരുമാറ്റം അവരിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതോടെ, നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതോടെ അവരുടെ മനസ്സിൽ വികാരങ്ങളുടെ ഒരു മത്സരം തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത്. താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം, ഏതു വിധത്തിൽ പെരുമാറണം, എങ്ങനെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം എന്നൊക്കെയുള്ള ഒരു ധാരണ അവരെ ഒരു പരിഭ്രാന്തരാക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആ ഒരു പരിഭ്രമമാണ് അവരുടെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൻ്റെ രഹസ്യം. ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വളരെ വിചിത്രമായി പെരുമാറുന്നത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നാൽ അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ അടയാളമായി കാണാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ, നിങ്ങളെ പെട്ടെന്ന് സ്പർശിക്കുക എന്നുള്ളത്. അത് സഭ്യമായ രീതിയിൽ ആണ് ആ വ്യക്തിയിൽ അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എങ്കിൽ അവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ്. സാധാരണ രീതിയിൽ മറ്റുള്ളവരുടെ ദേഹത്ത് സ്പർശിക്കുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. എന്നാൽ സാധാരണ ആ വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയല്ല. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. അത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സാധാരണ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അബദ്ധത്തിൽ പോലും കൂട്ടിമുട്ടാതിരിക്കുവാൻ ശ്രമിക്കും നമ്മളെല്ലാവരും. അപ്പോൾ അതിനനുസരിച്ച് കഴിയാറുമുണ്ട്. എന്നാൽ നിങ്ങളോട് അടുത്തിരിക്കാൻ അത്രത്തോളം ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാവാം അത്രത്തോളം അവർ അങ്ങനെയുള്ള അടയാളങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. നിങ്ങളോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ളവരോടും എങ്കിൽ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക. നിങ്ങളോട് മാത്രമാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഇഷ്ടം നിങ്ങളോട് മാത്രമാണ് എന്നുള്ളത്. ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അവരുടെ ലോകം നിങ്ങളാണ് എന്നൊക്കെയുള്ള ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ, നിരവധി ചോദ്യങ്ങളിലൂടെ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി അറിയുവാൻ ശ്രമിക്കുന്നു എങ്കിൽ അതും ഒരു സൈനായി കരുതാം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ, അവർ കേൾക്കുന്ന രീതി,
അങ്ങനെ ഉത്തരങ്ങൾ കേൾക്കുവാൻ നൽകുന്ന ശ്രദ്ധ, അതൊക്കെ വച്ചുകൊണ്ട് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താം. അതായത് സാധാരണ രീതിയിൽ ആളുകൾ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ അത്ര താല്പര്യമൊന്നും കാട്ടാറില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവർ സ്വന്തം കാര്യങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങളെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഉറപ്പിക്കുക, അവരുടെ ലോകം നിങ്ങൾ മാത്രമായിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ അടുത്തറിയുവാൻ വേണ്ടി ധാരാളം ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ഇഷ്ടം നിങ്ങളെ അറിയിക്കുവാൻ ഇതേ രീതിയൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുമ്പോൾ ആ വ്യക്തി എത്ര തുറന്ന മനസ്സോടു കൂടിയും താല്പര്യത്തോടു കൂടിയും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി കടന്നു വരാം. ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുന്നു, നിങ്ങളോട് പറയാതെ തന്നെ അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് നിങ്ങൾ എന്തു പറഞ്ഞാലും അത് ഒരു വലിയൊരു തമാശയായി അത് കേട്ടുകൊണ്ട് അതിനനുസരിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെയുള്ളത് എങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അങ്ങനെയുള്ള ഒരാളാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി അവരുടെ അങ്ങനെയുള്ള ഒരു പെരുമാറ്റം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചിരി എന്നത് താല്പര്യത്തിൻ്റെയും റൊമാൻസിൻ്റെയും വിശ്വസനീയ അടയാളമായതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ കാണുമ്പോൾ അങ്ങനെയുള്ള ചിരി നൽകുന്നു, ചിരി സമ്മാനിക്കുന്നു എങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു വ്യക്തി നിങ്ങൾ പറയുന്ന തമാശ കേട്ട് സാധാരണ രീതിയിൽ നിങ്ങളുടെ നർമ്മം ആസ്വദിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വാക്കുകൾ കേട്ട് എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഒരാൾ, അയാൾ നിങ്ങളുടെ സാമീപ്യത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും നിങ്ങളുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ആ ചിരിയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു അടയാളം. എന്നാൽ ചിരികളെല്ലാം അങ്ങനെയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക. അത് നിങ്ങൾ പറയുന്നത് കേട്ട് എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണോ, അവർ എത്ര തവണ ചിരിക്കാറുണ്ട് എന്നൊക്കെ നോക്കുക. കാരണം ചിലർ തമാശകൾ കേൾക്കുമ്പോൾ മാത്രം ചിരിക്കും. എന്നാൽ ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യത്തിൽ എപ്പോഴും ചിരി തൂകി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു എങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളമായി അത് കണക്കാക്കാം. അതായത് അങ്ങനെ സമയം ചിലവഴിക്കാൻ അവർ അവസരം കണ്ടെത്തുകയാണ്. ആ അവസരം ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും അവർ അത് പാഴാക്കില്ല. നിങ്ങളോടൊപ്പം അവർ ഫുഡ് കഴിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ കൂടെ ഇരിക്കുവാനും ഒക്കെ അവർ താല്പര്യം കാണിക്കുന്നു. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനും നിങ്ങൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ഒപ്പം ചേരുവാനും ഒക്കെ അവർ താല്പര്യം കാണിക്കുന്നു എങ്കിൽ അതൊക്കെ കണക്കാക്കുന്നത് നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാറുള്ള ഓരോ അവസരങ്ങളായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. എന്നാൽ ഇത് എങ്ങനെ ഇഷ്ടമായി കണക്കാക്കാം എന്ന് നോക്കാം. താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി സമയം ചിലവഴിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിലേക്ക് ഇഴുകിച്ചേരുക എന്നതാണ്. അവർ ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും മനസ്സിൽ ഇഷ്ടം അറിയിക്കുവാനും ഓരോരോ അവസരങ്ങൾ കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരാളുടെ
നിത്യജീവിതത്തിൽ അയാൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം സാന്നിധ്യം അറിയിക്കുക വഴി അവർ ആഗ്രഹിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ലോകത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ആയിത്തീരുക എന്നതാണ്. ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അവർ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആയിത്തീരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച എല്ലാ നിമിഷങ്ങളും ഓർക്കുന്ന ഒരു സ്വഭാവം, ഒരു വിചിത്രമായൊരു സ്വഭാവം, അത് മണ്ടത്തരങ്ങളും എല്ലാം അവർ ഒരു മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ്. നിങ്ങൾ പോലും ഓർക്കാൻ തീരെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ചാൻസും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ഓർത്തു വയ്ക്കുന്നു എങ്കിൽ ആ മെമ്മറീസൊക്കെ അവരുടെ ഉള്ളിൽ മായാതെ നിൽക്കുന്നത് എന്താണ്? നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അവിടെ അത് കാണിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച നിമിഷങ്ങൾ അവർ ഒരു നിധി പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾ പോലും നിസ്സാരമെന്ന് കരുതുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും അവർ മനസ്സിൽ താലോലിക്കുന്നുണ്ടാവും. അതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ, അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ്. ഇഷ്ടം തോന്നിയ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഒരാളെന്നും മനസ്സിൽ താലോലിക്കുക. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓർത്തിരിക്കുന്ന എത്ര പേരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന്. നിങ്ങളുടെ ചെറിയ ഓർമ്മകൾ പോലും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ ഈ വ്യക്തി എത്ര ടൈം എടുക്കും എന്ന് നോക്കുക. അത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം മനസ്സിലാക്കാനായി പറ്റും എന്നുള്ളതാണ്. പല വ്യക്തികളും മണിക്കൂറുകളോളം മെസ്സേജ് അയക്കുന്നവരായിരിക്കും. ചിലർ വെറുതെ മെസ്സേജ് അയക്കും, ചിലർ അതിന് റിപ്ലൈ കൊടുക്കും, കുറച്ച് ടൈം എടുക്കും. ചിലർ മെസ്സേജ് ഓപ്പൺ ചെയ്യാറ് പോലും ഉണ്ടാകില്ല. എന്നാൽ ചില ആളുകൾ മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ റിപ്ലൈ ചെയ്യും. അത് നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ പെട്ടെന്ന് റിപ്ലൈ തരുന്നതിലൂടെ അവർക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് കാണിക്കുകയാണ്. അതുവഴി അവർ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നതും തെളിയിക്കുവാൻ അവർ ശ്രമിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിപ്ലൈ തരുന്നു എങ്കിൽ അവർ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ മാറിപ്പോകുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും അവിടെ. ഫ്രണ്ട്സ് മാറിപ്പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കാരണം നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ അവർ ഇഷ്ടം പറയാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരുമിപ്പിക്കുവാനുള്ള പല വഴികളും ഒരുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും മാത്രമാക്കി അവർ അവിടെ നിന്ന് മാറുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് പെരുമാറുന്ന രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിയാം എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞു കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പെരുമാറ്റമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്നാൽ അവിടേക്ക് കടന്നു വരുവാൻ ഒരാൾ ശ്രമിക്കുന്നു എങ്കിൽ അത് ഒരു സൈനായി നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം അവർ നിങ്ങളുടെ കൂടെ അത്രയും അടുത്ത് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, താല്പര്യം കാണിക്കുന്നു എങ്കിൽ അത്
നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് അവർ എപ്പോഴും ചേർന്ന് നടക്കുവാനും ഇരിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വരാൻ ഒരാൾ ശ്രമിക്കുന്നു എങ്കിൽ അത് ഒരു സൈനായി എടുക്കാവുന്നതാണ്. ഇനി ഒരു സൈനും കൂടി നോക്കാം. ഒരാൾ ഫോൺ മാറ്റിവെച്ച് നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നുണ്ടോ? എത്ര മെസ്സേജുകൾ ഇതൊക്കെ ഒഴിവാക്കി നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അയാൾ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമായി കാണാവുന്നതാണ്. നിങ്ങളെക്കാൾ മറ്റൊന്നും അയാളുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് ഈ സൈൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറയുന്ന സയൻസുകളെല്ലാം വച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന്. ഇങ്ങനെയുള്ള സയൻസൊക്കെ അവരിൽ കാണുകയാണെങ്കിൽ അവർ നിങ്ങളോട് എത്രത്തോളം ആത്മബന്ധം സ്ഥാപിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.